ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ജൂൺ മാസം 27-ാം തീയതിയാണ്. ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏകദേശം 16ഓളം റിലീസുകളാണ് ഇന്ന് OTT റിലീസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ടേക്ക് കവർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. പപ്പി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കന്നഡ ഭാഷയിൽ ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് മിസ് കന്യൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. മിസ്റ്ററി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഇപ്പോൾ ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. മേഘ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ഐ ഹേറ്റ് യു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ ബുക്ക് മൈ ഷോസിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് ക്രൈം ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമ ഹെഡ് ബുഷ് എന്ന് പറഞ്ഞ സിനിമ. ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, തെലുങ്ക് ഭാഷകളായിട്ട് C5ലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. എസ്കേപ്പ് റൂം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. കപ്പിൾസ് റിട്രീറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. 23 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലും ETV വിനിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു തെലുങ്ക് ത്രില്ലർ മൂവിയാണ്. ഇവോൾ, എ ലവ് സ്റ്റോറി ഇൻ റിവേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇപ്പോൾ ഈ തെലുങ്ക് മൂവിയായിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ്. ടെൻറ്റുകോട്ട OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് ത്രില്ലർ മൂവിയാണ്. ഒക്കപ്പതക്കം പ്രകാരം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത എല്ലാവരും കാത്തിരുന്ന ഒരു സീരീസ് ആയിരുന്നു, ഒരു കൊറിയൻ സീരീസ് ആയിരുന്നു. സ്ക്വിഡ് ഗെയിം എന്ന് പറഞ്ഞ സീരീസിൻ്റെ 3ാമത്തെ സീസണ് നെറ്റ്ഫ്ലിക്സിൽ കൊറിയൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് 6 എപ്പിസോഡുകളായിട്ടാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അടുത്തത് ഒരു തമിഴ് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. അമ്പി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ത്രില്ലർ മൂവിയാണ്, മലയാള സിനിമയാണ്. ശ്രീനാഥ് ബാസി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ആസാദി എന്ന് പറഞ്ഞ സിനിമ. മലയാളം മാക്സിലാണ് ഈ സിനിമ മലയാള ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. തമിഴ് ഡബ്ഡ് വേർഷൻ സൺനെക്സ്റ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് യൂട്യൂബിൽ റിലീസ് ചെയ്തൊരു മലയാള സിനിമയാണ്. ലെന, സലീം കുമാർ, ശ്രീജിത്ത് രവി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പോലീസ് സ്റ്റോറിയാണ്. വനിത എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. യൂട്യൂബിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ്. ഏകദേശം 16ഓളം റിലീസുകളാണ് ഇന്ന് ഒരു ദിവസം റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ടുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടിരിക്കുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.